മക്കളെ കളിയൊക്കെ കുറച്ച് നേരം കണ്ടുനിന്ന് ഞാൻ പിന്നെ അടുപ്പത്തേക്ക് പോയി നോക്കിയിട്ട് അമ്മ അതാ അടുപ്പത്ത് കഞ്ഞിക്കുടുക്ക വെച്ചോക്കണു. അപ്പം എന്തേമ്മന്ന് നേരത്തെ തന്നെ ചോദിച്ചപ്പോൾ ഇന്നിപ്പോൾ ചായയും കടിയൊന്നും ഉണ്ടാക്കണ്ട, ഇന്നലത്തെ ബിരിയാണി തന്നെ ഉണ്ട് കുറേ ബാക്കിയായിരുന്നു. അപ്പം എന്നാൽ എനിക്ക് കോഴിയൊന്നും ഇല്ല. എന്നാൽ പിന്നെ ഇനി കുറച്ച് കോഴിപ്പാട്സ് എടുത്ത് കണ്ട് വെള്ളം വറ്റിച്ച എന്നാൽ പിന്നെ പലിച്ചക്കും അതന്നെ മതിയല്ലോ അരിച്ചു ഞാൻ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞുകാണ്ട് അവിടെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ കഞ്ഞിക്കുടുക്കൻ്റെ അടുത്ത് പോയൊക്കെ അപ്പോൾ കഞ്ഞി നല്ല ഉസാറായിക്കാണ്ട് അവിടെ വന്നേക്കണു. അപ്പോൾ എന്നാൽ ഞാൻ അടുപ്പത്തേക്ക് തന്നെ എന്നാൽ കഞ്ഞി മാറ്റിക്കാണ്ട് അവിടെ പാട്സ് തീമക്കാലോ. അപ്പോൾ ചോറ് മാറ്റിക്കാണ്ട് എന്നാൽ പിന്നെ ഞാൻ അവിടെ പാട്സിന് തീമക്കട്ടെ അരച്ചിക്കാണ്ട് ഇറച്ചിക്ക് പിന്നെ മസാലയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലേനു. എന്നാൽ പിന്നെ ഞാൻ ആദ്യം മസാല ഇട്ട് വെച്ചുകൊണ്ട് മസാലയും കാര്യങ്ങളൊക്കെ ആദ്യം വെക്കാണ്ട് ഇട്ടുകാണ്ട് ഞാൻ പിന്നെ എടുത്ത് വെച്ചുട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ചോറ് ഊറ്റാൻ വേണ്ടിക്കാണ്ട് വന്നു. ചോറ് ഊറ്റിക്കാണ്ട് എടുത്തുവച്ചപ്പോത്തിനുണ്ട് തുത്തും മാങ്ങയും അണ്ടിപ്പറങ്കി അങ്ങനെയൊക്കെ ഏറ്റവും തുത്തും അല്ലൂസും കൂടിയും വരുന്നു. അത് കണ്ടുകാണ്ട് പിന്നെ ഞാനിന്ന് നാരങ്ങള്ളം തന്നെയാണ് ഇന്ന് വത്തക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇറച്ചിൻ്റെ അടുത്ത് പോയി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെ പാർച്ചിനും വാങ്ങി വെച്ചുട്ടോ. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ചായ ആണെന്ന് പറഞ്ഞപ്പോൾ അതും കാച്ചി ഇമ്മതാ പരിപ്പും ചീരത്തണ്ടൊക്കെ ഉപ്പേരിയും വെച്ചോട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഇതൊക്കെ ആയിരുന്നു കേട്ടോ, സിമ്പിൾ ആയിരുന്നു കേട്ടോ.